എല്ലാവരും കിട്ടിയോ? എല്ലാവർക്കും നമസ്കാരം. ഈ ജീവൻ രക്ഷാ സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള സുഭാഷ് പി വർഗീസ്, വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ സാമ്പേവർഗി, ഇവിടെ കൂട്ടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യം തന്നെ എല്ലാ മീറ്റിങ്ങും നമ്മൾ കൂടിയപ്പോൾ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ്. നമുക്കറിയാം 15-ാം വാർഡിലെ ഒരു വിനോദവാദിയായ രോഗിയാണ്. 3 മക്കളാണ് അവർക്കുള്ളത്, 3 പെൺമക്കൾ. മൂത്ത കൊച്ചിനാണ് അതിൻ്റെ പിന്നീട് നമ്മളിന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെയാണ് നമ്മൾ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 8-ാം വാർഡ് തൊട്ട് 11-ാം വാർഡ് വരെയുള്ള കളക്ഷനാണ് നമ്മളിന്ന് ബലി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അത് 3 മണി സ്ക്വാഡ് ലീഡർമാരുടെ നേതൃത്വത്തിലാണ് നമ്മൾ 4 സ്ക്വാഡായിട്ടും 5 സ്ക്വാഡായിട്ടും ഇറങ്ങിയ വാർഡുകളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത്ര നല്ല രീതിയിലുള്ള കളക്ഷനാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അതിന് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഈ വെയിൽ ചൂടായിട്ടും കഷ്ടപ്പാട് തന്നെയായിരുന്നു. എല്ലാവരെയും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെ പറ്റി നമ്മുടെ ഈ ജീവൻ രക്ഷാ സമിതിയുടെ ജനറൽ കൺവീനർ സുഭാഷ് പി വർഗീസ് സംസാരിക്കും. പൂർണ്ണമായി നീക്കുന്നതിൽ സഹായിച്ച അറിയപ്പെട്ട ഗവൺമെന്റിനെ സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തിച്ചേർന്ന ഇതിനാകെ നേതൃത്വം കൊടുത്ത വാർഡ് മെമ്പർമാർ CS സുധൻ, ഡോക്ടർ ശ്യാമ വിളിക്കോ, സൂസൻ ചാണ്ടി, CG മാത്യു, ധന്യ രതീഷ്, പ്രിയ കുമാരി, വിഷ്ണു പ്രസാദ്, നരസമ്മമാണ് തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വാർഡ് നില കൺവീനറുമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട വർഗീസ് ചാക്കോ, രാജീവ് വടശ്ശേരി, ജോസഫ് CJ, സജി കക്കുലി, KM ഗോപി, ഈപ്പനൻ, അനിലൻ ചാണ്ടി, അനിൽ PC, എലിയാസ് TP തുടങ്ങിയ വാർഡ് ചുമതലക്കാരെ സ്വാഗതം ചെയ്യുന്നു. ആ വാർഡ് മെമ്പർ ആയതിനു വേണ്ടി പ്രവർത്തിച്ച വിഷ്ണു പ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച സ്ക്വാഡിൻ്റെ മുഴുവൻ ലീഡർമാരെയും പ്രവർത്തകരെയും ജീവനക്കാരെയും എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിക്കുന്നു. നമ്മൾ 15 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കുന്നതിന് സമാഹരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 9 വാർഡുകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത്. 16,54,780 രൂപ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയൊരു മത്സരബുദ്ധിയോടുകൂടി ഒത്തിരി തുക ഇപ്പോൾ പിരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ പലപ്പോഴും ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. മുൻപും പലരെയും സഹായിച്ചിട്ടുണ്ട്, ഇനിയും ആളുകളെ സഹായിക്കേണ്ടി വരും. അപ്പോൾ സന്മനസ്സുള്ള ആളുകൾ നമുക്ക് പൈസ തരുമ്പോൾ അങ്ങനെ നമ്മൾ ഓവറായി പൈസ പിടിച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് സാധ്യമായ ഒരു തുക അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനും തുടർന്ന് ആവശ്യമായ മരുന്നിന് ആവശ്യമായ തുകയുൾപ്പെടെ 15 ലക്ഷം രൂപ മതി. അതിൽ 16 ലക്ഷത്തിലധികം രൂപ എത്തിയെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി പൈസ വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. ഇനി ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് ഈ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്തിട്ടുണ്ട്. വാർഡ് ലീഡർമാർ ആ കാര്യം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും പൈസ വന്നേക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ പൈസ കൂടി ഇതിൻ്റെ കണക്കിൽ ഉൾപ്പെട്ട് പോകും. അപ്പോൾ തുക വർദ്ധിക്കാനാണ് സാധ്യത. ഇതിനു മുമ്പ് നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ ഭാഗമായ കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇതിനു മുമ്പ് വേറൊരു കുട്ടിയുടെ കാര്യവും ചെയ്തു, അതും സക്സസ് ആയി. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യസമയത്ത് തന്നെ സർജറി നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്ത പ്രയത്നത്തിന് ഗുണകരമായൊരു ഫലം ഉണ്ടാകും എന്ന പ്രതീക്ഷ പൂർണ്ണമായി നമുക്കുണ്ട്. ഡോക്ടർമാർ നൽകുന്ന വിവരം വെച്ച് നോക്കിയാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഈ ഉദ്യമം വിജയിക്കും എന്നുള്ളത് നമുക്കെല്ലാവരെയും സംബന്ധിച്ചും സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യമായി മാറും എന്ന കാര്യം സൂചിപ്പിക്കുക. വാർഡ് തലത്തിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരെ നമുക്ക് ഈ കാര്യത്തിൽ മറക്കാൻ പറ്റില്ല.
അവർ ആരൊക്കെയാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു പോകേണ്ടതുണ്ട്. വാർഡ് 8 CS സുധൻ വാർഡ് മെമ്പർ ആ കാര്യങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചു. വർഗീസ് ചാക്കോ കൺവീനറായി നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ ആകെ നിയന്ത്രിച്ചു. കൂടാതെ രാജു തോമസ്, ഉഷ പ്രസन्न, ഗിരിജ, കുഞ്ഞുമോൻ, തോമസ് VC, ബെന്നിച്ച്, ഇത്രയും ആളുകൾ അതിൻ്റെ വാർഡ് കൺവീനർമാരായി, അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രായോഗികമായി പരിചയപ്പെടുത്തി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇത്രയും ആളുകളെല്ലാം അതിൻ്റെ സ്ക്വാഡിൻ്റെ കൺവീനർമാരായി പ്രവർത്തിച്ചവരാണ്. അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തും. വാർഡ് 9 ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ് കൺവീനറും രാജീവ് വടശ്ശേരി, അതിൻ്റെ ശാന്തമ്മ ഫിലിപ്പോസ് ചെയർമാനും രാജീവ് വടശ്ശേരി കൺവീനറും. കൂടാതെ വേണുഗോപാൽ, കിഷോർ, ബിന്ദു ശശി, പ്രശാന്ത് കുന്നൂസ്, പ്രസാദ്, അതുപോലെ തന്നെ നമ്മുടെ സാമു ഉൾപ്പെടെയുള്ളവരാണ് പ്രദേശത്ത് ഇക്കാര്യങ്ങൾ. ആരുടെയും പേരെല്ലാം ചേർക്കാനുള്ളതല്ല. ഇത്രയും ആളുകൾ അതിൻ്റെ സ്ക്വാഡിൻ്റെ ലീഡർമാരായി നിന്ന് പ്രവർത്തിച്ചവരാണ്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി പറയുകയും. വാർഡ് 12 പ്രമോദ് കുര്യാക്കോസ്, നിങ്ങൾക്കറിയാം, ആരോഗ്യപരമായ കാരണങ്ങൾ സ്റ്റെൻഡ് ഇട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. KM ഗോപി അതിൻ്റെ കൺവീനറാണ്. ബീന ബിജു, കൊച്ചുമോൻ മേലേട്ട് പറമ്പ് തുടങ്ങിയവരാണ്. ഇനി ആരുടെയും പേര് കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നെനിക്കറിയില്ല. ഇത്രയും ആളുകളാണ് സ്ക്വാഡ് ലീഡർമാരായിട്ട് പ്രവർത്തിച്ച് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. വാർഡ് 15 വിഷ്ണു പ്രസാദ് ചെയർമാൻ, അനിൽ PC അതിൻ്റെ കൺവീനർ, സുരേഷ്, ജോസ് പ്രകാശ്, അനിൽ, ബിന്ദു T ജോൺ അതിൻ്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചു. ആത്മാർത്ഥമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് അവരോടുള്ള നന്ദി അറിയിക്കും. വാർഡ് 16 വത്സമ്മമാണ് ചെയർമാനായി പ്രവർത്തിച്ചു. ഏലിയാസ് KP അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചു. രാജു ചെറിയാൻ, സജി എബ്രഹാം, നീന ജോസഫ്, സീമ ജോസഫ്, രമേശ് കുരുത്തി, ഇത്രയും ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ലീഡർമാരായിട്ട് പ്രവർത്തിച്ച് ഫണ്ട് ശേഖരിച്ചത്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡ് 14 പ്രിയാകുമാരി വാർഡ് മെമ്പർ അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. അനിലം ചാണ്ടി കൺവീനറായി. ബാലകൃഷ്ണൻ, അനിലം ചാണ്ടി, CC കുഞ്ഞുവച്ച്, മാത്യു ജോൺ, ഷാജി കുമാർ PK, ഇവരോടുള്ള നന്ദിയും സ്നേഹവും സന്ദർഭത്തിൽ അറിയിക്കുന്നു. വാർഡ് 13 ചെയർമാനായി ധന്യ രതീഷ് വാർഡ് മെമ്പറാണ്. ഈപ്പൻ എമ്മൻ അതിൻ്റെ കൺവീനറാണ്. മധു കുന്നുംപുറ, സനീഷ് കോഴിമല, അജി ബ്രിട്ടോ അടക്കമുള്ള പ്രവർത്തകർ ഇക്കാര്യങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ ഇത് 11 സിജി മാത്യു അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. സജി കക്കുഴി കൺവീനറായി പ്രവർത്തിക്കുന്നു. സിജി പഞ്ചായത്ത് മെമ്പറാണ്. സംഗീത, ജോൺ മാത്യു, ജോബ് സൈറസ്, ജോസഫ് കോര എന്നിവരാണ് സ്ക്വാഡിന് നേതൃത്വം കൊടുത്തത്. ഈ ഉദ്യമത്തിലുള്ള അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്നു. വാർഡ് 10 വാർഡ് മെമ്പർ സൂസൻ ചാണ്ടി അതിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ബിജു ഇല്ലിക്കൽ, ബിജു പുളിമൂട്ടിൽ, സന്തോഷ് വർഗീസ്, അനിയൻ MK, PJ ജോസഫ് CJ കൺവീനർ. ഇത്രയും ആളുകളാണ് 10ാം വാർഡിൽ നേതൃത്വം കൊടുത്തത്. അവരോടെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമിതിക്ക് വാർഡിൽ നിന്ന് വന്ന തുക ഒന്ന് വായിക്കാം. 8ാം വാർഡ് 2,06,530 രൂപ. അതിൻ്റെ ചെയർമാൻ സുധനും വർഗീസ് ചാക്കോ കൺവീനർ. അതിനുള്ള സ്ക്വാഡ് ലീഡർമാരുടെ എഴുന്നേറ്റാവുമ്പോൾ മനസ്സിലാക്കി പോകും. അതുപോലെ ആ വാർഡിൽ പ്രവർത്തിച്ചവരുണ്ടാവും. എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊരു ആദരവിൻ്റെ ഭാഗമായി ഒന്ന് കൈയടിക്കണം എല്ലാവരും.
വാർഡ് 9 2,34,000 അത് വാർഡ് 13 നേരെയാണ്. അപ്പൊ ഇത് 9ാം വാർഡ് 2,34,930. ശാന്തമ്മ ഫിലിപ്പോസ് ചെയർമാനും രാജീവ് വടശ്ശേരി കൺവീനറുമാണ്. അവിടെ ഉള്ള സ്ക്വാഡ് ലീഡർമാരൊപ്പം വന്ന് എഴുന്നേറ്റ് നിന്ന വാർഡ് 10 1,99,930 പ്ലസ് 19,000 രൂപ ഗൂഗിൾ പേ 16,900. ഇനിയാണ് ബാക്കിയെല്ലാം അപ്പൊ ഒന്നുകൂടെ വായിക്കാം. 8ാം വാർഡ് 2,06,530. ഇത് 9 2,34,930. ഇതേതായാലും നമ്പർ. പിന്നെ 10ാം വാർഡ് 2,16,930. 14ാം വാർഡ് 14ാം വാർഡ് 2,51,700. 15ാം വാർഡ് 2,15,191. ഇനി ഏതാണ് വായിക്കാനുള്ളത്? 10 വായിച്ചു. 11 1,47,050. ഇനി ഏതെങ്കിലും വാർഡുണ്ടോ വായിക്കാൻ? 13 1,78,650. വേറെ ആരാ 13 എന്നുള്ള? തീർന്നല്ലോ. 12 വായിച്ചു. 65,700. അങ്ങനെ ആകെ അപ്പൊ ഇതിനകത്ത് തുക കൂടിയാണ്. ഈ 16,54,781 കൂടെ 19,000 രൂപയും കൂടെ വർദ്ധിക്കുന്നു. അവസാനത്തെ 13,780. ശരിയല്ലേ? അല്ലേ? 16,73,781 രൂപ. ശരിയല്ലേ? അതെ. 16,54,054 കൂടെ 19,000 കൂടെ നോക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ തുക പിരിച്ചിരിക്കുന്ന വാർഡ് 14 അല്ലേ? 2,51,000. പിന്നീട് ഏറ്റവും ഉയർന്ന തുക പിരിച്ചത് വാർഡ് 9 2,34,000. പിന്നീട് ഏറ്റവും കൂടുതൽ അതിന്റെ തൊട്ട് താഴെ 2,16,930 10ാം വാർഡ്. പിന്നെ 8ാം വാർഡ് 2,15,000 2,15,190. അതിന്റെ താഴെ 2,06,530 8ാം വാർഡ്. 16,73,791. ശരി, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വന്ന എക്സ്പെൻസുകളൂടെ സൂചിപ്പിച്ചേക്കാം. ശ്രദ്ധിക്കണം. പ്രിന്റിങ്, നോട്ടീസ്, ഫ്ലെക്സ്, ആദ്യം എഴുതിക്കുന്നത് സ്റ്റേഷനറി, ഫ്ലെക്സ്, നോട്ടീസ്, പ്രിന്റിങ്, ഇന്നത്തെ ഭക്ഷണം, അനൗൺസ്മെന്റ്, വെള്ളം, പിന്നെ അത് വാക്ക്. ഇത്ര എക്സ്പെൻസ് ഉണ്ട്. അതിന്റെ ബില്ല് ജോൺ ബേബി അവരുമായിട്ട് വന്ന് കെട്ടിയാൽ ആ ബില്ല് ഈ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവത്തോടുകൂടി? ബാക്കി തുടർന്ന് നമ്മുടെ ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളുകൾ
2 മിനിറ്റ് എല്ലാവരോടും സംസാരിക്കുകയാണ്. അധ്യക്ഷനാകട്ടെ അച്ഛനെ. അടുത്തായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ജീവൻ രക്ഷാ സമിതിയുടെ സെക്രട്ടറി സാംഗേ വർക്കയെ ക്ഷണിക്കുന്നു. മിനി ജോണിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളി പഞ്ചായത്തിലെ 8-ാം വാർഡ് മുതൽ 16-ാം വാർഡ് വരെ 9 വാർഡ് നമ്മളെ തെരഞ്ഞെടുക്കുകയും 9 വാർഡുകളിൽ നിന്ന് ഇന്ന് കളക്ഷൻ ഏകദേശം 17 ലക്ഷം രൂപയോളം അടുത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തു. പല വാർഡുകളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നില്ല. കാരണം ഇവിടെ നമുക്കിതിപ്പോൾ 4ാമത്തെ കേസാണ്. ഇപ്പോൾ ഈ മിനി ജോണിൻ്റെ ആദ്യം അജയകുമാറിൻ്റെ പിരിവ് നടന്നപ്പം 20 ലക്ഷം രൂപ നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിൽ നമുക്കന്ന് 8 വാർഡ് 30 ലക്ഷം രൂപ കിട്ടി. അത് കഴിഞ്ഞ് മറ്റേ അലനെന്ന് പറഞ്ഞ പയ്യനെ 6 വാർഡ് ഇട്ടപ്പോൾ നമുക്ക് 15 ലക്ഷത്തിന് 18 ലക്ഷം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 6 വാർഡേ എടുത്തുള്ളൂ. 15 ലക്ഷത്തിന് നമുക്ക് 22 ലക്ഷം രൂപ കിട്ടും. പ്രത്യേകിച്ച് ആ ദിവസങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ രോഗിയുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ. ആദ്യം 2017 9-ാം വാർഡിൽ അജയകുമാറിൻ്റെ ഈ ലിവർ മാറ്റി വയ്ക്കുന്നതിനുള്ള പിരിവ് നടത്തപ്പോൾ 4 ലക്ഷം രൂപ 9-ാം വാർഡിൽ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ആ 2-ാം വാർഡിൽ പിരിവ് നടത്തപ്പോൾ ഏറ്റവും കൂടുതൽ തുക രോഗിയുടെ വാർഡിൽ നിന്ന് കിട്ടുന്നു. ഇവിടെ ഇപ്പം രോഗിയുടെ വാർഡിൽ തുക ഇച്ചിരി കുറഞ്ഞു പോയി, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കിട്ടി. സാധാരണ രോഗിയുടെ വാർഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തുക വരേണ്ടത്. മറ്റുള്ള വാർഡുകാർക്ക് ആ രോഗിയായിട്ട് അത്ര ബന്ധം വരുന്നില്ല. നമ്മുടെ ഈ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനം മുഖാന്തരമാണ് രോഗിയായിട്ട് അടുപ്പം വരുന്നത്. എന്താണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിനേക്കാളും കൂടുതൽ നമുക്ക് തുക ലഭിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഇന്നലെ എങ്ങാണ്ട് നടന്നായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഈ തുക അടുത്ത ദിവസം തന്നെ ആശുപത്രി കൊടുക്കുകയും അവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. എന്താണെങ്കിലും നമ്മുടെ ഇനിയും മുമ്പോട്ടുള്ള ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഈ വിനോവിജോണിനെ നമ്മൾ ദൈവം രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സാമ്പത്തികം ഉണ്ടായിക്കൊടുത്തത് മാത്രമായില്ല. നമ്മുടെ പുന്നശ്ശേരി അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ രാത്രികാലങ്ങളിൽ നാമം ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം തുകയിൽ ഇപ്പം നമുക്ക് കിട്ടി. ഇനിയിപ്പം ജീവൻ നിലനിർത്തേണ്ട ദൈവമാണ്. അവിടെ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാനൊക്കത്തില്ല. ഈ ജീവൻ രക്ഷാ സമിതിയുടെ ഈ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി സാറ് ഇതിനുവേണ്ടി വളരെ അഹോരാത്രം പണിപ്പെട്ടു. കാരണം ആദ്യത്തെ മീറ്റിങ്ങിലൊന്നും ആളില്ല. ആദ്യത്തെ മീറ്റിങ്ങിൽ എനിക്ക് സമിതി അത് കഴിഞ്ഞ പല മീറ്റിങ്ങുകളും അദ്ദേഹം നേരിട്ട് വിളിക്കുകയും അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഇത്രയും കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യമോടെ എന്തിയോ ഇന്നാണെങ്കിലും പല പ്രാവശ്യം ഞങ്ങളൊക്കെ സ്ക്വാഡ് കയറിയപ്പോഴൊക്കെ സ്ക്വാഡുമായിട്ട് വാർഡുകളൊക്കെ പോയപ്പോഴും അദ്ദേഹം വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുകയെല്ലാം ചെയ്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി തീരും. കാരണം ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ കൊടുത്തത് അത് രാഷ്ട്രീയ ഭേദമില്ല. നമ്മളിവിടെ ഇപ്പം ജീവൻ രക്ഷാ സമിതി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ BJP അല്ലെ ഈഴവെന്നോ അല്ലെ അങ്ങനെ ജാതിപത ഭേദമോ എല്ലാത്തിനും അതീതമായിട്ടാണ് ജീവൻ രക്ഷാ സമിതി നടത്തുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഈ തുക ഈ 4 കേസുകളിൽ നമുക്ക് ലഭിച്ചത്. എന്താണെങ്കിലും നമ്മുടെ 8-ാം വാർഡ് മുതൽ 16-ാം വാർഡ് വരെയുള്ള വാർഡ് മെമ്പർമാരോടൊപ്പം അവിടുത്തെ കൺവീനർമാരും സ്ക്വാഡുകാരും എല്ലാം വളരെ അഹോരാത്രം പണിപ്പെട്ടാണ് നമുക്ക് ഈ തുക കിട്ടുന്നത്. കുറച്ചുകൂടി ഉത്സാഹിച്ചെടുത്തിന് നമുക്കൊരു 20 ലക്ഷം രൂപ എങ്കിലും കിട്ടിയാണ്. കാരണം ഈ കിഡ്നി മാറ്റിവെക്കുന്ന രോഗിക്കും അതുപോലെ ലിവർ മാറ്റിവെക്കുന്ന രോഗിക്കുമൊക്കെ ന്യായഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ഇപ്പം തന്നെ ഓപ്പറേഷന് 10 ലക്ഷം രൂപ. അതിനുശേഷം ബാക്കിയുള്ള ചെലവുകളെല്ലാം ഇപ്പം ഈ പിരിവ് കഴിഞ്ഞാൽ പിന്നെ ആരും ഇവരെ ഒന്നും ശ്രദ്ധിക്കുകയില്ല, ആരും കൊണ്ട് കൊടുക്കുകയില്ല. ഈ സമയത്താണ് നമുക്ക് കൂടുതൽ ഇവർക്ക് തുക പിരിക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ തുക പിരിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു. എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മുമ്പോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതുപ്പള്ളി പഞ്ചായത്തിലുള്ള ഏറ്റെടുത്ത് നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് നടത്തുവാൻ ഈശ്വരന് ഇടയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവർത്തകർക്കും ഒരിക്കലും അഭിനന്ദനം നിർവാദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്യം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ മീറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ തൊട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ സംസാരിക്കുന്നതിന് വേണ്ടി അച്ഛനെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ ഇതിനുവേണ്ടി നേതൃത്വം നൽകിയതായ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഭാഷ്, സാംകുട്ടി, അതുപോലെ തന്നെ ജോൺ സാറ്, എല്ലാവരെയും, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ. അതിനകത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ വനിതാ മെമ്പർമാർ. ഞങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇനി ഇറങ്ങിപ്പോരാ. പക്ഷേ വീട്ടിലെ കാര്യങ്ങളെല്ലാം അതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തലയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതായ വനിതാ മെമ്പർമാർ
അവരൊക്കെ എത്രയോ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. നിങ്ങളെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് നമുക്ക് തുടരണം. ഞാനിവിടെ ഇന്നപ്പോൾ പല കാര്യങ്ങൾ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ പോവുകയായിരുന്നു. ഒന്നാമത് എല്ലാവരും ഇതിനകത്ത് ഈ വേദിയിൽ വരുന്നു. ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, മറ്റ് ദേശഭേദമന്യേ പുതുപ്പള്ളിയുടെ എല്ലാ മേഖലകളിലും വരുന്നു. അതിപ്പോൾ നമ്മുടെ ഈ 9 വാർഡുകാർ മാത്രമല്ല, താല്പര്യമുള്ള മറ്റു വാർഡുകാർ ഇവിടെ വന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. ഇങ്ങനെ ഒരു വേദി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുവായ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആ രീതി പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ തമിഴ്നാട് മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നാണ്. അതൊരു പ്രത്യേകത. എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം വന്നാൽ, ഒരു സാഹചര്യം വന്നാൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത് ഒരാവശ്യകതയാണെന്ന് മനസ്സിലാക്കി നമുക്ക് വരും തലമുറ ഇത് പഠിപ്പിക്കണം. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പിള്ളേരില്ല, ചെറുപ്പക്കാരില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇനി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിർബന്ധമായിട്ട് ഇപ്പം പിന്നെ പരീക്ഷാ സമയമാണ് ഇപ്പോഴും മാർച്ച്. അല്ലാത്ത അവസരത്തിൽ അവരെയും കൂടെ ഇതിൻ്റെ കുട്ടി സ്ക്വാഡുകളെയൊക്കെ എന്ന് ചുമതലപ്പെടുത്തി അവരെ ഇതിനകത്ത് കൊണ്ടുവരികയും അവർക്ക് ഇതിനകത്ത് ഒരു ലഹരിയും ഒരു വാശിയൊക്കെ വന്ന് ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെയും ചാനലുകളൊക്കെ വ്യത്യസ്തമായി വരുമല്ലോ. അതിനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാവണം, അതൊക്കെ പ്രവർത്തിക്കണം. സമയമെടുക്കുന്നില്ല. എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പഞ്ചായത്ത് മെമ്പർമാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും സന്തോഷം. ആരും സംസാരിക്കുന്നില്ലെന്നുള്ളത് നമുക്ക് വൈകിയത് കൊണ്ട് ഇത് കൈമാറുകയാണ്. എല്ലാവരും എഴുന്നേറ്റുന്ന നമുക്ക് ഇവിടെ എല്ലാവരും കിട്ടിയോ? ഈ കാര്യങ്ങൾ പൂർണ്ണമായ സഹകരിച്ചിരുന്ന സർവേശ്വര സജീവ് സുമനടക്കം ഇവിടെയുള്ള അന്വേഷണ മറ്റുള്ള ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ഇതിനെ തുടർന്നുകൊടുക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇതിന് ഒരു പബ്ലിസിറ്റി പ്രധാന കാര്യമാണ്. നമ്മൾ ഫേസ്ബുക്ക് വഴിയൊക്കെ ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ട വിനോദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് മാധ്യമത്തിലൂടെ വലിയ പ്രചരണത്തിന് കൊടുത്തു. ആ പ്രചരണം നല്ല രീതിയിൽ ജനങ്ങളിലെത്തി പ്രചരണത്തിനുള്ള വലിയ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇത് എല്ലാവരോടും നന്ദി പറയുന്നു. യോഗാധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ജീവവിശ്വാസം ജനപ്രതിനിധികളായിരിക്കുന്ന സുഭാഷ് സെക്രട്ടറി, സാമൂഹ്യകർത്തി, അതുപോലെ തന്നെ പഞ്ചായത്ത് കൺവീനർ എല്ലാവരും നമുക്കറിയാൻ കഴിഞ്ഞ 30 നിലവിൽ ആരംഭിച്ച ഉദ്യോഗമാണ്. അത് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. സന്തോഷകരമായ രീതിയിൽ നമുക്ക് ഭാഷ നടത്താൻ കഴിയും. തീർച്ചയായിട്ടും അതിനായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് കരുതി അതേപോലെ തന്നെ രാവിലെ തൊട്ട് ഈ ഭാഷ നടത്തുന്ന മുഴുവൻ ആൾക്കാർക്കുള്ള നന്ദി രേഖപ്പെടുത്തി അവസാനിച്ചിരിക്കുന്നു.